സിംഹാസനസ്ഥനായിരിക്കട്ടെ. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും. അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനം തോറും നിറവേറ്റും. അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും. അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനം തോറും നിറവേറ്റും. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ എല്ലാവരും എഴുന്നേറ്റ് ശബ്ദമുയർത്തി ആഗ്രഹം തുറന്ന് ഹൃദയത്തിൽ ആത്മാവിന്റെ നിലവിളിയായിട്ട് നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അങ്ങാണെൻ്റെ എല്ലാവരും ആദരം തുറന്ന് ശബ്ദമുയർത്തി ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയ
ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ എല്ലാവരും പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം ഈ കരച്ചിൽ ഈശോയുടെ പ്രാർത്ഥനയായിരുന്നു. ഈ കരച്ചിൽ ഈശോ കുരിശിൽ കിടന്ന് ഹൃദയം പൊട്ടി കരഞ്ഞതാണ്. ആ കരച്ചിൽ പിതാവ് കേൾക്കാതിരുന്നോ? കേട്ടോ ഇല്ലയോ? ആർക്ക് വേണ്ടിയാണിത്? ലോകം മുഴുവനും വേണ്ടിയാണ്. അതിൽ നമ്മളും ഉണ്ടായിരുന്നോ? അതനുസരിച്ച് നമ്മൾക്ക് രക്ഷ കിട്ടിയോ? നമുക്ക് രക്ഷ കിട്ടിയോ? നമ്മളിത് മാത്രം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയില്ല. പറഞ്ഞാൽ എന്താ, പന്തക്കോസ്തക്കാരനാണെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ്. വാസ്തവത്തിൽ എന്താ നമ്മുടെ അവസ്ഥ? രക്ഷിക്കപ്പെട്ട ആ കുർബാന പുസ്തകം എടുത്തേ, ഈ കുർബാന പുസ്തകം എടുത്തവനെ രക്ഷിക്കപ്പെട്ടോ? നമ്മൾ രക്ഷിക്കപ്പെട്ടോ? ഏതായാലും നമ്മുടെ കുർബാന പുസ്തകത്തിൽ അങ്ങനെ പല പ്രാവശ്യം പറയുന്നുണ്ട്. എന്താ പറയണേ? ഇന്ന് നമ്മൾ കുർബാനയിൽ ശ്രദ്ധിച്ചായിരുന്നു. അത് റൂഹാഷണ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള റൂഹാഷണ പ്രാർത്ഥന ഉണ്ടോ? കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. എല്ലാവരും നേറ്റ് പറഞ്ഞേ, അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ട എല്ലാവരും രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇത് ഈ രക്ഷിക്കപ്പെട്ടത് പെട്ടെന്ന് പോണ സാധനമാണോ? അത് ഈ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് പോകുമോ? കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. പിന്നെ നിൻ്റെ ദാസരുടെ എല്ലാവരും നിൻ്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയാണ്? നിങ്ങളിപ്പോൾ എവിടെയാണ്? നിങ്ങൾ സ്വർഗരാജ്യത്തിലാണോ? നിങ്ങൾ സ്വർഗത്തിലാണോ? ആണ്. ഇച്ചിരി വ്യത്യാസമുള്ളൂ, മരിച്ചിട്ടില്ല എന്നുള്ളൂ. മരിച്ചാൽ ഒട്ടനെ നമ്മൾ ഇപ്പം മരിക്കാനുള്ള കൊതിയുണ്ടോ? ഒരുപാട് പേര് നരച്ച മുടിക്കാരാണ് ഇവിടെ കാണുന്നത്. ഭയങ്കര ആശ്വാസമായിട്ടുണ്ട് ഇപ്പം ഇല്ലേ? ഓൾറൈറ്റ്, നമുക്കിരിക്കാം. നമ്മൾ ഇന്നലത്തെ പോലെ ഇത് അല്പസമയം ഈ കേട്ട കാര്യങ്ങളിൽ കിട്ടിയ ഉൾക്കാഴ്ചകൾ നമുക്കെന്ത് ലഭിച്ചു എന്ന് പരസ്പരം പങ്കുവയ്ക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും അതിനെപ്രതി കർത്താവിന് നന്ദി പറയുന്നതിനുമുള്ള നിമിഷമാണിത്. ഇന്നലെ പറഞ്ഞു, ഇന്നലെ നിങ്ങളെല്ലാവരും നന്നായിട്ട് സാക്ഷ്യം പറഞ്ഞു. അത് വിജയിച്ചു. വിജയിക്കുന്നതിൻ്റെ പ്രധാന കാര്യം ഇതാണ്: നിങ്ങൾ വേറെ ഒന്നും
പറയരുത്. അത് ഞാൻ മുൻകൂട്ടി പറയുന്നത് അങ്ങനെ മറ്റുള്ളവർ നിങ്ങളെ എൻ്റെ സാക്ഷ്യം കേട്ടിട്ട് വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ശരിയായോ? അതായത് പലപ്പോഴും ധ്യാനത്തിൽ ഇത് പറയുമ്പോൾ ചിലർ വന്നിട്ട് പഴയ കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ആളുകളെല്ലാവരും ഈ പറയുന്ന ആളോട് ഒരു മനപ്രയാസത്തിൽ വരും ഇല്ലേ? അത് ഒഴിവാക്കാനും നമ്മളുടെ സമയം കൃത്യമായിട്ട് ഉപയോഗിക്കാനും ഈ സാക്ഷ്യത്തിൻ്റെ ഉദ്ദേശം നമ്മൾ എല്ലാവരും ഒരുപക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങളിൽ കൂടുതൽ അറിവും കൂടുതൽ അഭിഷേകവും കൂടുതൽ വെളിവും കിട്ടിയിട്ടുള്ളവരുണ്ടാകും. അത് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ മറ്റുള്ളവരെയും കൂടി സ്വീകരിച്ച് അവർക്കും അത് മനസ്സിലാകാനും കൂടി വേണ്ടിയിട്ടാണിത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇത് യൂട്യൂബിൽ കേൾക്കുന്ന ആളുകൾ ഈ ഇടയ്ക്ക് പറയുകയാണ്, ഞങ്ങൾ ആദ്യം ആ സാക്ഷ്യമാണ് കേൾക്കണത്. ആദ്യം ആ സാക്ഷ്യമാണ് കേൾക്കണത്. അപ്പോഴാണ് ഒരു ആശ്വാസമാകുന്നത്. എന്നിട്ടാണ് പിന്നെ ടോക്ക് കേൾക്കണത്. ഇങ്ങനെ ഓരോരുത്തർ പറയണ്ടായിരുന്നു. എല്ലാവർക്കും ആകാംക്ഷ. തോമസ് പോൾ ബ്രദർ ഇത് പറയണത് സ്ഥിരം പറയുന്ന കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം, കേട്ട് പരിചയമുള്ളവർക്ക്. പക്ഷേ ഈ ആളുകൾ എങ്ങനെ അത് അനുഭവമായി എന്ന് കേൾക്കുമ്പോഴാണ് വാസ്തവത്തിൽ എനിക്ക് തന്നെ ഒരു സമാധാനമാവുന്നത്. ഞാനിപ്പോൾ ഭയങ്കര ടെൻഷനിലാണ്. രാവിലെ മുതൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം പതിഞ്ഞു. ഇനി അത് പതിഞ്ഞിട്ടില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. അതനുസരിച്ച് നമ്മുടെ അടുത്ത ക്ലാസ്സിന് ക്രമീകരിക്കാവുന്നതാണ്. ഓക്കെ, ശരിയെന്ന് വേഗം വരും. ഇല്ല വേഗം വരല്ലേ. ഇപ്പം നിങ്ങൾ ആദ്യം പരസ്പരം അടുത്തിരിക്കുന്ന ആളോട് പറയുക. അപ്പം തന്നെ നിങ്ങൾക്കൊരു തുറവി വരും. നിങ്ങൾക്കുണ്ടായ അനുഭവം അങ്ങോട്ട് പറയണു, അവർക്കുണ്ടായ അനുഭവം ഇങ്ങോട്ട് പറയണു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പറയാനപ്പോൾ കൂടുതൽ എളുപ്പമാകും. യെസ്, സ്റ്റാർട്ട്. 1, 2, 3 പേർ ഒരുമിച്ച് കൂടിയിരുന്ന് പറയാവുന്നതാണ്.